ഇംഗ്ലീഷ് സിനിമകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഹോളിവുഡ് സിനിമകൾ എന്നും മറ്റെല്ലാ രാജ്യത്തെ സിനിമാ പ്രേമികളും ഉറ്റുനോക്കുന്ന ഒരു ഫിലിം ഇൻഡസ്ട്രിയാണ്. അതിന് കാരണം എപ്പോഴും അവർക്ക് മറ്റെല്ലാ ഇൻഡസ്ട്രികളെക്കാളും ഒരുപടി മുന്നിൽ നടക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. മറ്റെല്ലാ ഫീൽഡും പോലെ തന്നെ ഹോളിവുഡിനും അതിൻ്റെ ആരംഭം, വളർച്ച എന്നീ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഹോളിവുഡിനെ എന്നേക്കുമായി മാറ്റിമറിച്ച സിനിമകളെയാണ്. ഞാൻ കഥയേക്കാൾ കൂടുതൽ ആ സിനിമ എങ്ങനെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയി എന്നതിനാണ് വീഡിയോയിൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഇറങ്ങിയ വർഷത്തിന്റെ ഓർഡറിൽ പിന്നിലേക്കാണ് സിനിമ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വീഡിയോയുടെ അവസാനം 3 ബോണസ് സിനിമകളുമുണ്ട്. 7ാം സ്ഥാനത്തുള്ളത് അവതാർ. ഈ അടുത്തുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്ന സ്ഥാനം വഹിച്ചിരുന്ന സിനിമ. ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് കൊണ്ടുവന്ന സിനിമ കൂടിയാണിത്. ജെയിംസ് കാമറോൺ ടൈറ്റാനിക് എടുക്കുന്നതിന് മുമ്പേ മനസ്സിൽ വെച്ചിരുന്ന കഥ ടെക്നോളജി വളരെ അതുകൊണ്ട് നീട്ടിവെച്ച് അവസാനം 2005-6 കാലഘട്ടങ്ങളിൽ പ്രവർത്തനം തുടങ്ങി. തന്റെ മനസ്സിലുള്ള സിനിമ അതേപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അയാളെടുത്ത തീരുമാനങ്ങളും വരുത്തിയ മാറ്റങ്ങളും എണ്ണിയാൽ തീരില്ല. മുൻപ് സ്റ്റാർ വാർസ് ചെയ്തതുപോലെ അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ഒരു പുതിയ ഭാഷ ഉണ്ടാക്കുകയും അത് ആക്ടേഴ്സിനെ പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ മുൻപ് ആരും ചെയ്യാത്തൊരു കാര്യം അദ്ദേഹം ചെയ്തത് സിനിമയിൽ ഉപയോഗിച്ച് ക്യാമറ അടക്കമുള്ള ടെക്നോളജിയുടെ മാറ്റമാണ്. അതിനെ അദ്ദേഹം ഒരു പുതിയ രീതിയിലുള്ള ക്യാമറ തന്നെ ഉണ്ടാക്കി. അതുവഴി നടീനടന്മാരുടെ ഭാവങ്ങൾ അതേപോലെ ക്യാപ്ചർ ചെയ്ത് കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടറിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിനു പുറമെ ലേറ്റസ്റ്റ് മോഷൻ ക്യാപ്ചർ ടെക്നിക്കും അദ്ദേഹം ഉപയോഗിച്ചു. ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഒരു സ്ക്രീനിൽ വിർച്വലായി വേൾഡ് കാണാനും അതുവഴി ഔട്ട്പുട്ട് മുൻകൂട്ടി കാണുകയും അത് ഡയറക്ടറിനെ സഹായിക്കുകയും ചെയ്തു. ഇതേ ടെക്നിക്കാണ് ഇപ്പോൾ വിർച്വൽ റിയാലിറ്റി എന്ന പേരിൽ ന്യൂസ് ചാനലുകൾ പോലും ഉപയോഗിക്കുന്നത്. അവതാറിലെ ആ ലോകം സൃഷ്ടിക്കുമ്പോൾ അതിന് ഒരേപോലെ ലൈറ്റിംഗ് ചെയ്യാൻ പുതിയ രീതിയിലുള്ള വലിയ ലൈറ്റുകളും അദ്ദേഹം രൂപകൽപ്പന ചെയ്തു. ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ അന്നേ വരെ സിനിമാ ലോകം കാണാത്തൊരു 3D അനുഭവം ലഭിച്ചു. ഇതിനെല്ലാം പുറമെ സിനിമ ഒരു വൻ വിജയമായതും അദ്ദേഹത്തിന്റെ തന്നെ ടൈറ്റാനിക് എന്ന സിനിമ തീർത്ത റെക്കോർഡ് ഭേദിക്കുകയും ചെയ്തതും സിനിമാ ലോകത്തിന് പുത്തൻ ഉണർവ് നൽകി. ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വന്ന സിനിമ അതേപോലെ പണം കൊയ്യുന്നത് കണ്ടപ്പോൾ ഇനിയും വലിയ ചിത്രങ്ങൾക്ക് പണം മുടക്കാൻ അത് പ്രൊഡക്ഷൻ കമ്പനികൾക്ക് പ്രയോജനമായി. സിനിമയുടെ വിജയവും പ്രേക്ഷകപ്രീതിയും കണ്ട് ഇലക്ട്രോണിക്സ് കമ്പനികൾ 3D ടിവികൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതുവഴി കൂടുതൽ 3D സിനിമകൾ വരാനും തുടങ്ങി. അങ്ങനെ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സിനിമാ വിപ്ലവത്തിന് അവതാർ തുടക്കം കുറിച്ചു. 6ാം സ്ഥാനത്തുള്ള സിനിമയാണ് സ്പൈഡർമാൻ. പറഞ്ഞു വന്നത് ഈ സ്പൈഡർമാനെ കുറിച്ചല്ല, നമ്മളെല്ലാം ചെറുപ്പത്തിൽ കണ്ടു വളർന്ന ഈ സ്പൈഡർമാനെ കുറിച്ചാണ്. ഈ സ്പൈഡർമാൻ സിനിമയാണ് നമ്മളിപ്പോൾ കാണുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന മാർവലിന്റെ സൂപ്പർ ഹീറോ സിനിമകൾക്ക് തുടക്കം കുറിച്ചത്. വൻ കടം കയറിയിരുന്ന സമയത്ത് മാർവൽ കോമിക്സ് തങ്ങളുടെ പല ക്യാരക്ടേഴ്സിന്റെയും റൈറ്റ്സ് പല കമ്പനികൾക്ക് വിറ്റു. ഒരു കണ്ടീഷൻ മാത്രം, നിശ്ചിത കാലാവധിക്കുള്ളിൽ സിനിമകൾ വരണം, അല്ലെങ്കിൽ റൈറ്റ്സ് നഷ്ടപ്പെടും. അങ്ങനെ സ്പൈഡർമാൻ അടക്കം 900 കഥാപാത്രങ്ങളെ സോണി വാങ്ങി. അങ്ങനെ മാർവൽ പറഞ്ഞ ഓരോ 5 വർഷത്തെ കാലാവധിക്കുള്ളിലും സോണി ഓരോ സിനിമ ഇറക്കി. അതിൽ ആദ്യത്തെ സിനിമയാണ് 2002 ഇറങ്ങിയ സ്പൈഡർമാൻ. ഇനി ഈ സ്പൈഡർമാൻ സിനിമ എങ്ങനെ ഹോളിവുഡിനെ മാറ്റിമറിച്ചു എന്ന് നോക്കാം. മുൻപും സിനിമയും TV ഷോയും കോമിക് ബുക്കുമായൊക്കെ സൂപ്പർ ഹീറോകൾ അമേരിക്കൻ പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. എന്നാൽ സ്പൈഡർമാൻ ഇറങ്ങിയതും അതുവരെ കാണാത്തൊരു വിജയം സിനിമ നേടി. അതുവരെ ഇറങ്ങിയത് വെച്ച് ഏറ്റവും വലിയ സൂപ്പർ ഹീറോ സിനിമയുടെ വിജയം. അങ്ങനെ ഈ ടൈപ്പ് സിനിമകളുടെ മാർക്കറ്റ് മാർവൽ തിരിച്ചറിഞ്ഞു. ബാറ്റ്മാൻ, സൂപ്പർമാൻ പോലുള്ള സൂപ്പർ ഹീറോ സിനിമകൾ മുമ്പും വിജയങ്ങളായിരുന്നെങ്കിലും പുതിയ കാലത്ത് ഇത്രയും വലിയ വിജയമാവുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കിയ മാർവൽ തങ്ങളുടെ പക്കലുള്ള മറ്റു കഥാപാത്രങ്ങളെ വെച്ച് സിനിമ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2008 ആദ്യ അയൺമാൻ സിനിമ വന്നു. അത് വൻ വിജയമായി. അപ്പോൾ ഡിസ്നി മാർവലിനെ വാങ്ങി. പിന്നെ തുടരെ മാർവൽ പല കഥാപാത്രങ്ങളുടെയും സിനിമകളും ക്രോസ് ഓവർ സിനിമകളും ഇറക്കി. അങ്ങനെ സ്പൈഡർമാൻ, ഫാർ ഫ്രം ഹോം വരെ 23 സിനിമകൾ മാർവൽ കൊണ്ടുവന്നു. ഇതിൽ മിക്ക സിനിമകളും കളക്ഷൻ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. അതിൽ തന്നെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം നിലവിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയുമായി. എങ്കിലും സ്പൈഡർമാന്റെ റൈറ്റ്സ് ഇപ്പോഴും സോണിയുടെ കയ്യിലാണ്. മാർവൽ സിനിമകളിൽ സ്പൈഡർമാൻ വരണമെങ്കിൽ സോണിയുടെ സമ്മതവും വേണം. ഈ യൂണിവേഴ്സിലെ സ്പൈഡർമാൻ സ്റ്റാൻഡ് അലോൺ സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും സോണിയാണ്. പണത്തിന് വേണ്ടി മാർവൽ വിറ്റ സ്പൈഡർമാൻ ഒരു വൻ വിജയമാവുകയും അത് കാരണം അവർക്ക് ഇത്രയും വലിയൊരു സിനിമാ സാമ്രാജ്യം കെട്ടിപ്പൊക്കാനും കഴിഞ്ഞു. ഇവയുടെ എല്ലാം വിജയം DCയും സിനിമകൾ എടുക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ സ്പൈഡർമാൻ കോമിക്സ് സിനിമകളുടെ ഒരു പുതിയ ലോകം തുറന്നു. 5ാമത്തെ സിനിമയാണ് ടോയ് സ്റ്റോറി. 1995 പുറത്തിറങ്ങിയ സിനിമ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് 3D അനിമേഷൻ ഫീച്ചർ ഫിലിമാണ്. മാത്രമല്ല ഇതാണ് പിക്സാർ എന്ന അനിമേഷൻ സ്റ്റുഡിയോയുടെ ആദ്യ സിനിമ. ടോയ് സ്റ്റോറി എന്ന സിനിമയുടെ വിജയം പിക്സാർ എന്ന സ്റ്റുഡിയോയുടെ മാത്രം ഭാവിയല്ല മാറ്റിമറിച്ചത്. പരിമിതികൾ കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയാതെ കിടന്നിരുന്ന അനിമേഷൻ ഫിലിംസ് എന്നൊരു ജോൺറയുടെ തന്നെ ഭാവിയാണ്. ഈ സിനിമയ്ക്ക് ലഭിച്ച പോപ്പുലാരിറ്റിയും പ്രശംസയും അതിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കാനും മറ്റനേകം സിനിമകൾക്ക് നമുക്ക് മുന്നിൽ വരാനും കാരണമായി. അധികം വൈകാതെ തന്നെ അനിമേഷൻ സിനിമകൾക്ക് തിയേറ്ററുകളിൽ തിരക്ക് കൂടി. കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ എന്ന കടമ്പ കടന്ന് എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാൻ കഴിയുന്ന സിനിമകൾ ഈ നിരയിൽ വന്നു. തുടർന്ന് 2001 ബെസ്റ്റ് അനിമേഷൻ ഫീച്ചർ ഫിലിം എന്ന കാറ്റഗറി ഓസ്കാറിൽ ഉൾപ്പെടുത്തി. അതിനുശേഷം പിക്സാർ സിനിമകൾ തന്നെ 10 തവണ ബെസ്റ്റ് അനിമേഷൻ സിനിമക്കുള്ള ഓസ്കാർ നേടി. പിക്സാർ തന്നെ അനിമേഷന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകളും കണ്ടുപിടിച്ചുകൊണ്ടേയിരുന്നു. ഇത് ഈ മേഖലയെ വീണ്ടും മുന്നോട്ട് നയിച്ചു. അതുവഴി ഒരുപാട് വീഡിയോ ഗെയിമുകളും ഈ സിനിമയുടെ തീമിലും അല്ലാതെയും വന്നു. വീഡിയോ ഗെയിംസ് അമേരിക്കയിൽ സിനിമ ഇൻഡസ്ട്രിയുടെ അത്ര തന്നെ വരുമാനമുള്ള ഇൻഡസ്ട്രിയാണ്. അനിമേഷൻ രംഗത്തേക്ക് വേറെയും ഒരുപാട് സ്റ്റുഡിയോകൾ വരികയും ഇതൊരു വൻ മത്സര ഇടമായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നല്ല സിനിമകൾ വരികയും ക്രമേണ കളക്ഷനും കൂടി. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 50 സിനിമകൾ എടുത്താൽ അതിൽ 15 അനിമേറ്റഡ് സിനിമകളാണ്. അതിൽ തന്നെ ടോയ് സ്റ്റോറിക്ക് മുമ്പ് ഇറങ്ങിയത് ദ ലയൺ കിങ് എന്ന സിനിമ മാത്രമാണ്. അതായത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഈ 14 സിനിമകൾ ഇറങ്ങാൻ കാരണം ടോയ് സ്റ്റോറിയാണ്. അതിൽ തന്നെ ടോയ് സ്റ്റോറി 3ഉം 4ഉം ഇടം പിടിച്ചിട്ടുണ്ട്. ഫൈൻഡിങ് നീമോ, ദ ഇൻക്രെഡിബിൾസ്, കുങ്ഫു പാണ്ട, ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ, റാറ്ററ്റൂയി, വാൾ-ഇ, അപ്പ്, ഫ്രോസൺ, ഇൻസൈഡ് ഔട്ട്, സൂട്ടോപ്പിയ, കോക്കോ ഇങ്ങനെ ഏത് പ്രായക്കാർക്കും ആസ്വദിക്കാവുന്ന തരത്തിലുള്ള അനിമേഷൻ സിനിമകൾ നമുക്ക് ലഭിക്കാൻ കാരണം ഈ കളിപ്പാട്ടങ്ങളുടെ കഥ പറയുന്ന സിനിമയാണെന്നത് ഒരു കാവ്യനീതിയായിരിക്കും. 4ാമത്തെ സിനിമയാണ് സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത ജോസ്.
1975 ഇറങ്ങിയ ചിത്രം അമേരിക്കയിലെ ഒരു പുതിയ വിപ്ലവത്തിനാണ് തുടക്കം കുറിച്ചത്. സമ്മർ ബ്ലോക്ക് ബസ്റ്റർ. സാധാരണ വലിയ സിനിമകൾ സിറ്റികളിൽ ആദ്യം റിലീസ് ചെയ്ത് പിന്നീട് പതിയെ മറ്റു സ്ഥലങ്ങളിലേക്ക് റിലീസ് ചെയ്യുന്നതായിരുന്നു രീതി. എന്നാൽ വൈഡ് റിലീസ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ട് ജോസ് അമേരിക്കയിൽ മൊത്തം ഒരു ദിവസം റിലീസ് ചെയ്തു. അതുവരെ സമ്മർ വെക്കേഷൻ സമയങ്ങളിൽ കോമഡി, ലോ ക്ലാസ് ത്രില്ലർ സിനിമകളായിരുന്നു ഇറങ്ങിയിരുന്നത്. എന്നാൽ ജോസ് അതിനെല്ലാം മാറ്റം വരുത്തി. ഒരു ഹൊറർ മൂഡിലുള്ള ത്രില്ലർ സിനിമക്കും സമ്മർ സമയത്ത് ഫാമിലി ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ കഴിയുമെന്ന് തെളിയിച്ചു. സിനിമ വൻ വിജയവും ആ സമയത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയുമായി. എന്നാൽ ബിസിനസ് കൊണ്ട് മാത്രമല്ല ജോസ് മാറ്റം കൊണ്ടുവന്നത്. സ്റ്റീവൻ സ്പിൽബർഗിന്റെ ആദ്യ സിനിമയായിട്ട് കൂടി ടെക്നിക്കൽ വശങ്ങളിൽ ജോസ് ഒരുപാട് മികച്ചു നിന്നു. ഒരു ബീച്ചിനെ ഒരു കൊലയാളി സ്രാവ് ആക്രമിക്കുന്നതാണ് സിനിമയുടെ കഥയെങ്കിലും ആ മൂഡിലേക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച ടെക്നിക്കുകൾ വളരെ പുതുമ നിറഞ്ഞതായിരുന്നു. ആനിമെട്രോണിക് എന്ന വിദ്യ കൊണ്ട് നിർമ്മിച്ച സ്രാവ് വളരെ റിയലിസ്റ്റിക് ആയിരുന്നു, അതും 45 വർഷങ്ങൾക്ക് മുമ്പ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സോ യഥാർത്ഥ സ്രാവിനെയോ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ആ വിദ്യ കഴിഞ്ഞ വർഷം വന്ന ജെല്ലിക്കെട്ട് എന്ന സിനിമയിൽ പോലും ഉപയോഗിച്ചു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതേ ശ്രേണിയിൽ പെടുത്താവുന്ന സിനിമകൾ, അതായത് ഒരു മൃഗത്തിനെ പ്രധാന വില്ലനാക്കുന്ന സിനിമകൾ, സാധാരണ അതിന്റെ മുഴുവൻ ആക്രമണ സ്വഭാവവും കാണിക്കും. എന്നാൽ ഈ സിനിമയിൽ ഡയറക്ടർ ക്യാമറ മാത്രം ഉപയോഗിച്ചാണ് പ്രേക്ഷകരെ ടെൻഷൻ നിറയ്ക്കുന്നത്. സിനിമയുടെ അവസാനം മാത്രമേ മുഴുവനായും സ്രാവിനെ കാണിക്കുന്നുള്ളൂ എന്നതും ശ്രദ്ധേയമാണ്. ഇത്തരം ഭയപ്പെടുത്തുന്ന ഒരു ഷോട്ടാണ് അന്ന് TV പരസ്യത്തിന് വേണ്ടി ഉപയോഗിച്ചത്. അതേപോലെ വളരെ ആകർഷകമായ പോസ്റ്ററുകളും സിനിമയുടെ ഇനീഷ്യൽ കളക്ഷൻ കൂട്ടാൻ സഹായിച്ചു. അന്ന് ജോസിലൂടെ സ്റ്റീവൻ സ്പിൽബർഗ് തുടങ്ങിവെച്ച കച്ചവട സാധ്യതയും ടെക്നിക്കൽ ഇന്നോവേഷൻസും ഹോളിവുഡിലും മറ്റ് ഇൻഡസ്ട്രികളിലും ഇന്നും ഉപയോഗിക്കുന്നു. മൂന്നാം സ്ഥാനത്തുള്ളത് സ്റ്റാൻലി കൂബ്രിക് സംവിധാനം ചെയ്ത് 1968 പുറത്തിറങ്ങിയ 2001 എ സ്പേസ് ഒഡീസി എന്ന സിനിമയാണ്. ഏറ്റവും കൂടുതൽ സംവിധായകർ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറഞ്ഞ സിനിമയാണിത്. ഈ സിനിമയുടെ വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ 1968 ഇറങ്ങിയതാണെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ ചിലപ്പോൾ അതിനു മുമ്പ് ഇറങ്ങിയ സ്പേസ് സിനിമകൾ കാണാത്തത് കൊണ്ടാവാം. അതുവരെ സ്പേസ് സിനിമകൾ അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ സിനിമകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും കാണിക്കുന്നത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു ലോകവും അതിൽ മെറ്റൽ സൂട്ടുകൾ അണിഞ്ഞ റോബോട്ടുകളും പല നിറത്തിലുള്ള ലൈറ്റുകളും മറ്റുമുള്ള സ്പേസ് ഷിപ്പുകളും ഒക്കെയായിരുന്നു. അങ്ങനെ തീർത്തൊരു സിനിമാ ലോകത്തേക്കാണ് സ്റ്റാൻലി കൂബ്രിക് ഈ സിനിമയെ പ്രതിഷ്ഠിച്ചത്. റിയലിസം എന്നാൽ എന്താണെന്ന് ഈ സിനിമ കാണിച്ചു. ഈ സിനിമയുടെ 2 വശങ്ങളെപ്പറ്റി സംസാരിക്കേണ്ടതുണ്ട്, ടെക്നിക്കൽ വശവും സിനിമാറ്റിക് വശവും. ടെക്നിക്കലി അന്ന് വരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമ. അതിനു മുമ്പ് സ്പേസ് യാത്രകൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ആ സിനിമ കണ്ടപ്പോൾ ഇതാണ് ഒറിജിനൽ എന്ന് ആളുകൾ കൊണ്ട് പറയിപ്പിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞു. അതിനെ അദ്ദേഹം തിരഞ്ഞെടുത്തത് മിനിമലിസം എന്ന ടെക്നിക്കാണ്. സ്പേസ് ഷിപ്പിന്റെ ഡിസൈൻ നോക്കിയാൽ തന്നെ വളരെ മിതത്വം പാലിച്ച് വളരെ കുറച്ച് നിറങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ചെയ്തത്. ഇതിലുള്ള ഹാൽ എന്ന റോബോട്ടിനെ ആകെ കാണിക്കുന്നത് ചുവന്ന ലൈറ്റ് ആയിട്ടാണ്. പോരാത്തതിന് മുമ്പുള്ള സിനിമകളിൽ വന്ന പോലെ റോബോട്ടിക് വോയിസ് കൊടുക്കാതെ സാധാരണ മനുഷ്യ ശബ്ദം കൊടുത്തതും ആ സിംപ്ലിസിറ്റിയുടെ ഭാഗമാണ്. ഇതിൽ കാണിക്കുന്ന കമ്പ്യൂട്ടർ സ്ക്രീനുകൾ പോലെയുള്ളവ അന്നില്ലായിരുന്നെങ്കിലും അവ ഒരേ സമയം ഫ്യൂച്ചറിസ്റ്റിക്കും അതേസമയം ഓവർ എക്സാജറേറ്റഡ് അല്ലാത്തവയുമായിരുന്നു. സ്റ്റാൻലി കൂബ്രിക്കിന്റെ സ്ഥിരം ഐക്കോണിക് സിനിമാറ്റോഗ്രാഫി സിനിമയെ വേറെ ലെവലിൽ എത്തിച്ചു. കഥാപശ്ചാത്തലം നോക്കിയാൽ ഒരു സാധാരണ സ്പേസ് മിഷൻ സ്റ്റോറി ആണെങ്കിലും ഇതിന് ട്രീറ്റ്മെന്റ് ആണ് സിനിമയെ വേറിട്ട് നിർത്തുന്നത്. സ്പേസിൽ ശബ്ദം ഉണ്ടാകില്ല എന്ന ഫാക്ട് നിലനിർത്തിക്കൊണ്ട് സിനിമയുടെ ആദ്യത്തെയും അവസാനത്തെയും 20 മിനിറ്റുകൾ ഡയലോഗില്ല. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് പലരും ഡയലോഗ് ഇല്ലാതെ വിഷ്വലി സ്റ്റോറി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന രീതി സിനിമയിൽ നിരന്തരം ഉപയോഗിച്ചു. പല കാരണങ്ങൾ കൊണ്ടും ഒരു സാധാരണ സയൻസ് ഫിക്ഷൻ സിനിമ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകനെ സിനിമ ഒരു മടുപ്പിക്കുന്ന അനുഭവമായേക്കാം. എന്നാൽ 1968 ഈ സിനിമ കണ്ട അന്നത്തെ ആളുകൾ അക്ഷരാർത്ഥത്തിൽ വാ പൊളിച്ചിരുന്നു എന്ന് പറയാം. എന്തിനധികം പറയുന്നു, തൊട്ടടുത്ത വർഷം നടന്ന അപ്പോളോ 11 മിഷൻ, അതായത് ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ മിഷൻ ശരിക്കും നടന്നിട്ടില്ല എന്നും അത് സ്റ്റാൻലി കൂബ്രിക് ഈ സിനിമയിൽ ഉപയോഗിച്ച ടെക്നിക്കൽ ഉപയോഗിച്ച് എടുത്ത ഫോട്ടോകളാണെന്നും വിശ്വസിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്. സ്റ്റാർ വാർസ് ഒരുക്കിയ ജോർജ് ലൂക്കാസ്, ക്രിസ്റ്റഫർ നോളൻ, ജെയിംസ് കാമറോൺ തുടങ്ങി നിരവധി പേർ തുറന്നു പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻലി കൂബ്രിക് 2001 എ സ്പേസ് ഒഡീസി എന്ന സിനിമ എടുത്തില്ലായിരുന്നെങ്കിൽ അവരുടെ പല സിനിമകളും എടുക്കാൻ കഴിയില്ലായിരുന്നു എന്ന്. രണ്ടാം സ്ഥാനത്തുള്ള സിനിമയാണ് സൈക്കോ. ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ ഒരു മാജിക് എന്ന് തന്നെ പറയാം. ഹൊറർ ജോൺറയിൽ വന്ന സിനിമ അന്നത്തെ ഒരു വിപ്ലവമായിരുന്നു. അതുവരെ ആളുകൾ പ്രതീക്ഷിച്ച ഹൊറർ അല്ല ഹിച്ച്കോക്ക് കാണിച്ചത്. സിനിമ കണ്ട് ആളുകൾ അലറി വിളിക്കാൻ തുടങ്ങി എന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് കേട്ട് നേരെ പോയി സിനിമ കണ്ട് ഇതെന്ത് ഹൊറർ എന്ന് ചോദിക്കരുത്. സിനിമ ഇറങ്ങിയത് 1960-ലാണ്. താൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പണം മോഷ്ടിച്ച് മാരിയോൺ എന്ന സ്ത്രീ മുങ്ങുന്നു. ആ യാത്രയിൽ അവരൊരു ലോഡ്ജിൽ താമസിക്കുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് കഥ. അന്ന് കളർ ഉണ്ടായിട്ടും ഹിച്ച്കോക്ക് മനഃപൂർവ്വം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉപയോഗിച്ചത് സത്യത്തിൽ ഹൊററിന്റെ തീവ്രത കുറയ്ക്കാനായിരുന്നു. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സ്പോയിലർ ഉണ്ട്, അതിനാൽ കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലെ ടൈം സ്റ്റാമ്പ് ക്ലിക്ക് ചെയ്താൽ മതി. അന്ന് വരെ ആരും ന്യൂഡിറ്റിയുടെ ഒരു അംശം പോലും കണ്ടിരുന്നില്ല. അപ്പോൾ ഇതിലെ ആ ഫേമസ് ഷവർ സീൻ ഒന്ന് ഓർത്ത് നോക്കൂ. ലോഡ്ജിൽ താമസിക്കുന്ന അവരെ ലോഡ്ജ് ഉടമ കൊല്ലുന്ന സീനാണ് ഈ സിനിമയെ വേറെ റേഞ്ചിൽ എത്തിക്കുന്നത്. കുളിക്കുന്ന നായികയുടെ നേരെ ഷവറിന്റെ കർട്ടൻ മാറ്റി കത്തിയെടുത്ത് കുത്താൻ വില്ലൻ ഓങ്ങിയപ്പോൾ സത്യത്തിൽ കാണുന്നവരുടെ ശ്വാസം നിലച്ചു. ഈ സീൻ ചിത്രീകരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ബാത്റൂം സെറ്റ് ഇടേണ്ടി വന്നു. 2 പോയിന്റ് ഓഫ് വ്യൂ ഷോട്ടുകളും എടുക്കാൻ ഒരു സാധാരണ ബാത്റൂമിൽ കഴിയില്ല. ഈ ഷോട്ടുകളാണ് ഈ സീനിന്റെ എല്ലാം. ഈ സീനിന്റെ BGM ഇംഗ്ലീഷ് സിനിമകളിലെ ഏറ്റവും പ്രശസ്ത സൗണ്ട് ട്രാക്കുകളിൽ ഒന്നാണ്. ഇത് പിന്നീട് പല സിനിമകളിലും റെഫറൻസായി വന്നു. ഈ സീനും സൈക്കോ എന്ന വാക്കും പിന്നീട് പോപ്പ് കൾച്ചറിന്റെ ഭാഗമായി. വയലൻസിന്റെയും ന്യൂഡിറ്റിയുടെയും സെൻസർ അതിരുകൾ ഭേദിച്ച് ഹിച്ച്കോക്ക് തന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് നേടി. അന്ന് പരിമിതികൾക്കുള്ളിൽ ഹിച്ച്കോക്ക് ഒരുക്കിയ മാജിക് ഇന്നും പലർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ശേഷം വന്ന ഒട്ടനേകം ഹൊറർ സിനിമകളിൽ ഓരോന്നിലും സൈക്കോയുടെ വിരലടയാളം കാണാം. സൈക്കോയിലെ 45 സെക്കൻഡ് നിലനിൽക്കുന്ന ആ സീൻ ദ മോസ്റ്റ് ഫേമസ് സീൻ ഓഫ് സിനിമ ഹിസ്റ്ററി എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ബോണസ് സിനിമകൾ. ദ ബ്ലെയർ വിച്ച് പ്രൊജക്ട് 1999 ഇറങ്ങിയ സിനിമ ഫൗണ്ട് ഫൂട്ടേജ് എന്ന ജോണർക്ക് തുടക്കം കുറിച്ചു.
ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ലാഭം നേടിയ സിനിമ, പാരനോർമൽ ആക്ടിവിറ്റി, പ്രൊജക്ട് എക്സ് പോലെ ഒരുപാട് സിനിമകൾക്ക് പ്രചോദനമായി. പൾപ്പ് ഫിക്ഷൻ 1994 ഇറങ്ങിയ ടറന്റീനോയുടെ കൾട്ട് ക്ലാസിക് സിനിമ. നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കൂടെ വയലൻസ്, ബ്ലാക്ക് കോമഡി എല്ലാം ചേർത്ത് മറ്റൊരു ലെവൽ കാണിച്ച സിനിമ മലയാളത്തിൽ പോലും ചലനങ്ങൾ സൃഷ്ടിച്ചു. ഗോഡ് ഫാദറിൻ്റെ നിഴൽ പതിയാതെ ഒരു ഭാഷയിലും ഒരു ഗാങ്സ്റ്റർ സിനിമയും ഇറങ്ങിയിട്ടില്ല. കമൽ ഹാസന്റെ നായകൻ, മോഹൻലാൽ നായകനായ നാടുവാഴികൾ എന്നിവ ഇതിൽ ചിലത്. ഒന്നാം സ്ഥാനത്തുള്ള സിനിമയാണ് സിറ്റിസൺ കെയ്ൻ. 1941 ഇറങ്ങിയ ഈ സിനിമ അന്ന് വരെ ആളുകൾ കണ്ടു ശീലിച്ച രീതിയിലുള്ള സിനിമയായിരുന്നില്ല. അത് സിനിമയുടെ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലായിരുന്നു. ഒരു പത്രസാമ്രാജ്യത്തിൻ്റെ തലവനും അന്നത്തെ അമേരിക്കയിലെ ഏറ്റവും വലിയ പണക്കാരനുമായ ചാൾസ് ഫോസ്റ്റർ കെയ്ൻ മരണപ്പെടുന്നു. എന്നാൽ അയാൾ മരിക്കുന്നതിന് മുമ്പ് അവസാനം പറഞ്ഞ വാക്ക് റോസ്ബെഡ് എന്നാണ്. ആ വാക്കിൻ്റെ പിന്നിലെ രഹസ്യം തേടി പോകുന്ന ഒരു പത്രപ്രവർത്തകൻ ചാൾസ് ഫോസ്റ്റർ കെയ്ൻ്റെ ജീവിത രഹസ്യങ്ങൾ കണ്ടെത്തുന്നതാണ് കഥ. ഈ സിനിമയുടെ അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ സംവിധായകൻ, സ്ക്രിപ്റ്റ് റൈറ്റർമാരിൽ ഒരാൾ, പ്രൊഡ്യൂസർ, നായകൻ എല്ലാം ഒരാൾ തന്നെയായിരുന്നു, ഓർസൺ വെൽസ്. അന്ന് അയാൾ റേഡിയോ, നാടകരംഗങ്ങളിൽ പ്രശസ്തനായിരുന്നെങ്കിലും സിനിമയിൽ ഒരു തുടക്കക്കാരനായിരുന്നു. എന്നാൽ ഈ സിനിമ റിലീസായപ്പോൾ സിനിമ തന്നെ ഇതിനേക്കാൾ പ്രത്യേകത നിറഞ്ഞതായിരുന്നു. പ്രധാനമായും സിനിമോട്ടോഗ്രഫി. അതുവരെ ക്യാമറ ഒരു മീഡിയം മാത്രമായി ഉപയോഗിച്ചിരുന്ന സിനിമാ ലോകം ഈ സിനിമയിൽ ഓർസൺ വെൽസ് കാണിച്ച മാജിക് കണ്ട് ഞെട്ടി. ക്ലോസപ്പ്, എക്സ്ട്രീം ക്ലോസപ്പ് തുടങ്ങി അതുവരെ കണ്ട് ശീലിച്ച മിഡ് ഷോട്ടുകൾ പോലും പുതിയ രീതിയിൽ ക്യാമറയെ എങ്ങനെ കഥ പറയാൻ ഉപയോഗിക്കാം എന്ന് ഈ സിനിമ കാണിച്ചു തന്നു. സിനിമയുടെ കഥയും വളരെ പുതുമ നിറഞ്ഞതായിരുന്നു. മിസ്റ്ററി, ഹൊറർ എന്ന് തോന്നിപ്പിച്ചു തുടങ്ങി പതിയെ പൊളിറ്റിക്കൽ ഡ്രാമയിലേക്കും ത്രില്ലറിലേക്കും അങ്ങനെ നീണ്ടുകിടക്കുന്ന ജോണറുകളെയെല്ലാം ഈ ഒറ്റ സിനിമയിൽ കാണാം. ഒരേ നടൻ തന്നെ പല പ്രായത്തിലുള്ള റോളുകൾ ചെയ്തപ്പോൾ അതുവരെ കാണാത്ത മേക്കപ്പ് ടെക്നിക്കുകളുടെ ലോകവും സിനിമ തുറന്നു തന്നു. ഇപ്പോൾ നമ്മൾ സിനിമകൾ കാണുമ്പോൾ അവസാനം ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കാറില്ലേ? എന്നാൽ അത് ആദ്യമായി കൊണ്ടുവന്ന സിനിമയാണ് സിറ്റിസൺ കെയ്ൻ. എല്ലാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും നിർബന്ധമായി കാണിക്കുന്നതും പഠിക്കാൻ പറയുന്നതുമായ സിനിമയാണ് സിറ്റിസൺ കെയ്ൻ. അത് അങ്ങനെ വരുമെന്ന് ഓർസൺ വെൽസിന് അറിയാമായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം അന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ സിനിമ എടുത്ത് പഠിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണിത് എന്നാണ്. മാർട്ടിൻ സ്കോർസെസിയുടെ ദ വുൾഫ് ഓഫ് വാൾ സ്ട്രീറ്റിലെ ഈ ഫേമസ് സീൻ സിറ്റിസൺ കെയ്ൻ്റെ റെഫറൻസ് എന്നോ ഇൻസ്പിറേഷൻ എന്നോ പറയാം. 2007 അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും BBC ഏറ്റവും പുതിയ പോളിലും ദ ഗ്രേറ്റസ്റ്റ് മൂവി ഓഫ് ഓൾ ടൈമായി തിരഞ്ഞെടുത്തത് ഈ സിനിമയാണ്. മാത്രമല്ല ഏത് പോളിലും ഏറ്റവും മികച്ച സിനിമകൾ എടുത്താൽ ആദ്യ 10 സിറ്റിസൺ കെയ്ൻ എന്നും ഉണ്ടാവും.